ഇവർ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും കട്ടപ്പനക്കാർ അപ്പൊ അത് മാത്രമല്ല, ഇന്ന് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. എന്തിനാ? ആ 10,000 രൂപ കിട്ടുന്ന 10 ഭാഗ്യശാലി നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്കാകട്ടെ ഇത് ഏറ്റവും നല്ല അടിപൊളി ദീപാവലി. അപ്പൊ അതിലെല്ലാവരും നിങ്ങൾ ആശംസിക്കുന്നു. കിട്ടാത്തവരും സങ്കടപ്പെടുത്തണ്ട. അച്ചായൻ ഇനിയും ഒരുപാട് അവസരങ്ങളും പരിപാടികളായിട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ എല്ലാവർക്കും എന്റെ പേരിലും അച്ചായന്റെ ശേഷിയുടെ പേരിലും ഹാപ്പി ദിവാലി. Thank you so much for your well words. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ആദ്യം തന്നെ നമ്മുടെ ഇനോഗ്രേഷന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് പേരെ ഇവിടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലക്കി ഡ്രോ കോൺടെസ്റ്റിലേക്കാണ് റൈറ്റ് നൗ നമ്മൾ മൂവ് ചെയ്യുന്നത്. ശ്രദ്ധയ്ക്കായിട്ടാണ് ഒന്ന് സൈഡിലേക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ ബാക്കിൽ ധാരാളം ഗസ്റ്റുകൾ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് യാതൊരു ആരോ മേടിച്ചോണ്ട് പോവാണ് അമ്മയെ പറ്റിക്കാൻ. നമുക്ക് അമ്മയെ പറ്റിക്കാൻ സമ്മതിക്കോ നിങ്ങള്? സമ്മതിക്കരുത്. കട്ടപ്പനയിൽ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് നെടുകളം. ഇന്നലെ ഉരുൾപൊട്ടലായിരുന്നു, വെള്ളം നിറഞ്ഞു കിടക്കുക. അച്ഛന് പേടിയില്ല ഇന്നും പോവാൻ. എന്നോട് എന്റെ കൂടെയുള്ള ചാരിറ്റി വർക്ക് ചെയ്യുന്നവർ പറഞ്ഞു, അച്ഛാ പോകണ്ട, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമുക്ക് ആരും കാണില്ല. നമുക്ക് പറ്റി കുറച്ച് ദിവസം അച്ഛന എല്ലാരും ഓർത്തിരിക്കും, പിന്നെ അച്ഛനും ഓർമ്മയിൽ നിന്ന് മാറും. ഞാൻ പറഞ്ഞു എന്തുവായിക്കോട്ടെ, എപ്പോഴും നമ്മുടെ പഴയ ആൾക്കാർ പറയാനുള്ള പോലെ നമ്മൾ മരിച്ചാൽ ഭാര്യ പടുവാതിക വരെ, മക്കൾ കല്ലറ വരെ നമ്മൾ ചെയ്യുന്ന നന്മകൾ ജീവിതകാലം മൊത്തം നിലനിൽക്കും. ശരിയല്ലേ? ശരിയാണ്, ജീവിതകാലം മൊത്തം നിലനിൽക്കും. ആ അമ്മയെ കാണാൻ ഞാൻ പോവാണ് നാളെ രാവിലെ. എത്ര ഉരുൾപൊട്ടല, എത്ര വെള്ളപ്പൊക്കം ഉണ്ടായാലും അച്ഛൻ പോകണം. അമ്മയെ രക്ഷപ്പെടുത്തണം. ആ മകൻ കിടക്കുവാണ് കോമാ സ്റ്റേജില്. ആ പാവം അമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മയ്ക്ക് ഇതുവരെ മകനെ കാണാൻ പറ്റിയില്ല. നമ്മൾ കാണിക്കും, ഞാൻ കാണിക്കും എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ ജനങ്ങൾ വഴി ഞാൻ കാണിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നുമല്ല, ജീവിതത്തിൽ ഒന്നുമല്ല, ഒന്നുകൊണ്ട് കൊണ്ടുവന്നിട്ടുമില്ല, ഒന്നുകൊണ്ട് കൊണ്ടുപോകാൻ പോകുന്നുമില്ല. പക്ഷെ സ്നേഹം മരണം വരെ ഉണ്ടാവും. എത്ര സഹജീവികളോടും നമ്മൾ സ്നേഹിക്കും, കൊണ്ടുപോകും. രാഷ്ട്രീയക്കാരോ മതപരമായോ ഞാൻ ഇന്ന് വരെ ആരും പകർന്നു കൊടുത്ത് അവരുടെ അച്ചായനായി മാറിയ അച്ചായൻസ് ഗോൾഡിന്റെ 32ാമത് ഷോറൂം ഇവിടെ ഇതാ തുറക്കപ്പെട്ടിരിക്കുകയാണ്. മണ്ണിന്റെ മാതകമായ മണവും മസ്മര ശക്തിയുള്ള മന്ദഹാസവും മലയാളക്കരയിലെ മനുഷ്യരക്ഷകളെ മാറ്റി ഈ പ്രവർത്തനത്തില് എന്നെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് നെടും തൂണായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാം അടിത്തറയായ അച്ചായൻസ് ഗോൾഡിന്റെ 160-ൽ പരം വരുന്ന എംപ്ലോയീസിന്, 160-ൽ പരം വരുന്ന ജോലിക്കാർക്ക് ഞങ്ങളുടെ വക ഏറ്റവും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും അവരുടെ ആ ഒരു സ്നേഹം, അവരുടെ ആ ദൃഢത, അവരുടെ വിശ്വാസ്യത, ഈ ഒരു കാര്യം കൊണ്ടാണ് അച്ചായൻസ് ഗോൾഡിന് ഇത്രയും വളരുവാൻ സാധിച്ചത്. അച്ചായൻസ് ഗോൾഡിന്റെ എല്ലാ ജോലിക്കാർക്കും അച്ചായൻസ് ഗോൾഡിന്റെ മാനേജ്മെന്റിന്റെ വക നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും അച്ചായനിൽ നിന്ന് ഒരു 2 വാക്ക് കേൾക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? ഒന്ന് പറഞ്ഞതാണ് ഓൾറെഡി. എന്നാലും അച്ചായ എന്നുള്ളൊരു വിളി ഇവിടെ അവസാനിക്കുന്നില്ല. ആ ഒരു സ്നേഹമാണ് നമുക്ക് ഈ ഒരു വാക്കുകളിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾക്ക് 32ാമത്തെ ഷോപ്പാണ് ഇന്ന്. ഈ 32ാമത്തെ ഷോപ്പിന്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. കൂത്താട്ടോളം വന്നിട്ടുണ്ട്, പിന്നെ കോഴഞ്ചേരി വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ കുറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ അതിലൊക്കെ മേളിൽ പോവാണ് കട്ടപ്പനക്കാര്. അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ ആള് കൂടുമ്പോഴും എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഓരോ ജില്ലക്കാരെ എന്തുമാത്രം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കാം നിങ്ങള്, അല്ലെങ്കിൽ ചിലപ്പോൾ ശേഖരമേനോനെയും
അന്നരാജനെ കാണാനായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? പക്ഷേ എന്നിരുന്നാൽ തന്നെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്രയും പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന. പിന്നെ എടുത്ത് ഞാൻ പറയുന്നു പോലീസുകാർക്ക് നന്ദിയുണ്ട്. അത് പറയാതിരിക്കാൻ പല പ്രാവശ്യം പറയേണ്ട കാര്യമാണ്. കാരണം ഈ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം വരുമ്പം എല്ലാ ജില്ലകളിലും ഞങ്ങളെ സഹായിക്കാനുള്ള അവരാണ്. കാരണം ഞങ്ങൾക്ക് ഒരു പരിധി കൂടാതെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പോലീസുകാർ ആത്മാർത്ഥമായിട്ട് നിന്ന് എല്ലാ ജില്ലകളിലും ചെയ്യാറുണ്ട്. വളരെ അവർക്ക് നന്ദി പറയുന്നു. നമുക്ക് ഏതായാലും അടുത്ത് എടുക്കാം അല്ലേ? ആരും പോവല്ലേ, നറുക്ക് കിട്ടിയിട്ട് പോവല്ലേ, കഴിഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ. പരിപാടിയൊന്നുമില്ല, ഫുഡൊന്നുമില്ല, കഴിഞ്ഞിട്ട് പോവാം. നെക്സ്റ്റ് നമ്മുടെ ലക്കി ഡ്രോ കോൺടെസ്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആദ്യം തന്നെ അച്ചായനാണ് ആ ഒരു പേഴ്സണെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒരു കണ്ണൂരുകാരനാണ് കിട്ടിയിരിക്കുന്നത്. ഉനൈബ് ഉണ്ട് ഈ കൂട്ടത്തില് ഉണ്ട്, റോഡിനപ്പുറത്ത് നിപ്പുണ്ട്. അപ്പൊ കണ്ണൂരിൽ നിന്ന് വന്നു നമ്മുടെ കട്ടപ്പനയിലേക്ക് ഭാഗ്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് വന്ന് കട്ടപ്പനയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് പോവുകയാണ്. We can welcome Unaib onto the rise, please. കട്ടപ്പനക്കാർക്ക് ഒരു സങ്കടമാണ് കണ്ണൂരുകാർ കൊണ്ടുപോവുകയാണോ എന്ന്. എവിടെ പോകുന്ന വഴിയാ? ഓക്കെ, ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു. മുമ്പേ മൂന്നാർ പോകുന്ന ഒരാളാണ് മുമ്പേ ഗിഫ്റ്റ് കിട്ടിയത്. പക്ഷെ ഇവിടെ തന്നെ ഉള്ള ആളാണോ? ഇവിടെ തന്നെ ഉള്ള ആളാണോ? പിന്നെ നേരത്തെ പ്രൈസ് കിട്ടിയെന്നാണ് ആള് പറയുന്നത്. എന്നെ കാണാൻ വന്നാണോ? ഓക്കെ, സന്തോഷം. മുണ്ടക്കയത്ത് നമ്മുടെ ഇനോഗ്രേഷന് വന്നിട്ടുള്ള ആളാണ്. ബ്രദറിനാണ് നേരത്തെ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഭയങ്കര ലക്കി ആയിട്ടുള്ള 2 ബ്രദേഴ്സ് ആണല്ലേ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്നത്. നേരത്തെ അച്ഛൻ പറഞ്ഞാൽ ഓണം ബമ്പർ എടുത്തോ അല്ലെങ്കിൽ അടുത്ത ബമ്പർ എടുത്തോ അടിക്കും അല്ലേ? അല്ല, കട്ടപ്പനക്കാർക്ക് അത് വിഷമമൊന്നും ഇല്ല. കാരണം അച്ഛൻ എല്ലാ ജില്ലകളിലും പോകുന്ന അല്ലേ? അച്ഛൻ മതോ ജാതിയോ നോക്കിയാണോ പോകുന്നേ? അല്ലല്ലോ, ഒരു രാഷ്ട്രീയം നോക്കിയാണോ പോകുന്നേ? അപ്പം പിന്നെ എന്താ, കട്ടപ്പനക്കാർക്ക് അത് കൈയും കെട്ടി സ്വീകരിക്കുള്ളൂ. കണ്ണൂരുകാരും ഗിഫ്റ്റ് കിട്ടിയാലും. So once again, congratulations. അപ്പൊ നല്ലൊരു ഹഗ്ഗാണ് ഭാഷയിൽ നിന്ന് തന്നെയുള്ളൊരു സ്നേഹം.